നമ്മുടെ എംപ്ലോയറിന് വേണ്ടി, അതായത് തൊഴിലുടമയ്ക്ക് വേണ്ടി നമ്മുടെ സമയവും അധ്വാനവും ഒക്കെ ചെലവഴിക്കുമ്പോൾ തിരിച്ച് നമ്മൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടാറുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും വളരെ സിൻസിയർ ആയിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമ്മളുടെ സുപ്പീരിയർ നമ്മളോട് ജോലി സമയം കഴിഞ്ഞും കുറച്ച് നേരം നിൽക്കാൻ ആവശ്യപ്പെടാറുണ്ട്, അതായത് ഓവർ ടൈം നിൽക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ വരാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങളിൽ പലരും ചെയ്യാറില്ലേ? എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എത്തരം ആളുകളെയാണെന്നറിയാമോ? എല്ലാ കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളെ, അതായത് എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, ഏത് സ്ഥാപനമായാലും അവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പൊ നമ്മളോട് നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ളവര് നമ്മളോട് ഇങ്ങനെ എക്സ്ട്രാ അവധി ദിവസങ്ങളിൽ വരാൻ പറയുമ്പോഴും, അല്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞ് കുറച്ചുകൂടെ എക്സ്ട്രാ ടൈം നിൽക്കാൻ പറയുമ്പോഴും ഒക്കെ നമ്മൾ അതിന് വില്ലിംഗ് ആയി നിൽക്കാറുണ്ട്, അല്ലേ? പക്ഷെ എന്നാൽ മറ്റ് ചില സ്റ്റാഫുകളുണ്ട് നമ്മുടെ അതേ സ്ഥാപനത്തിൽ തന്നെ, ഇതുപോലെ എംപ്ലോയർ അവരോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഡ്യൂട്ടീസിൽ നിന്നും ഒക്കെ എക്സ്ക്യൂസസ് പറഞ്ഞ് രക്ഷപ്പെട്ട് മാറി നിൽക്കുന്ന സ്റ്റാഫുകളുണ്ടല്ലോ, അവർക്ക് നമ്മുടെ എംപ്ലോയർ കൂടുതൽ അവരുടെ സമയത്തിനും ആ വ്യക്തിക്കും കൂടുതൽ പരിഗണന കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് യു ആർ ഓൾവേസ് അവൈലബിൾ. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ എപ്പോൾ വിളിച്ചാലും നിങ്ങൾ വരാൻ തയ്യാറാണ്. എന്നാൽ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരെന്തെങ്കിലും അവരുടെ പേഴ്സണൽ ഇൻകൺവീനിയൻസ് എന്തെങ്കിലും പറഞ്ഞ് അവര് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ അധ്വാനത്തിനും എംപ്ലോയർ അർഹിക്കുന്ന പരിഗണന നിങ്ങൾക്ക് നൽകുന്നില്ല. അതേസമയം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് അവരുടെ സമയത്തിനും അവരുടെ അധ്വാനത്തിനും ഒക്കെ എംപ്ലോയർ കൂടുതൽ വാല്യൂ കാണുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്, അല്ലേ? മറ്റുള്ളവർ എപ്പോഴും അവൈലബിൾ അല്ല എന്നുള്ളത് അവർ തുറന്നു പറയുമ്പോൾ അവരുടെ സമയത്തിനും അവരുടെ ആ വ്യക്തിക്കും കൂടുതൽ വില എംപ്ലോയർ കൊടുക്കുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. നമ്മൾ ഇത്രയെല്ലാം വിദ്യാഭ്യാസം ചെയ്തതും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാം സെൽഫ് എസ്റ്റീമിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അതായത് സ്വാഭിമാനം. അപ്പൊ നമ്മുടെ സ്വാഭിമാനം, സെൽഫ് എസ്റ്റീം പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളുടേത് തന്നെയാണ്. അത് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരാൻ വേറെ ആരും വരില്ല. നമ്മൾ നമ്മളെ തന്നെ ആദ്യം റെസ്പെക്ട് ചെയ്യുക, അല്ലെ? സെൽഫ് റെസ്പെക്ട്. നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മേക്ക് ഷുവർ യുവർ എംപ്ലോയർ വാല്യൂസ് യുവർ ടൈം ആൻഡ് എഫേർട്ട്. ആൻഡ് എബവ് എവറിത്തിങ്, ensure that you are respected by your employer. Never compromise on respect. ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി, ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. Stay tuned. Okay, bye.